A channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 8 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കുറച്ച് ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പഠിച്ചതാണ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സോ ഫസ്റ്റ് ചോദ്യമാണ്, വെർ വാസ് ദ ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഇനോഗ്രേറ്റഡ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. എവിടെയാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഇനോഗ്രേറ്റ് ചെയ്തതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൽക്കട്ടയാണെന്ന് നോക്കുക. ഓക്കെ, കൽക്കട്ടയാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് നോക്കുക. 32 മീറ്റർ താഴ്ചയിലാണ് പോകുന്നത്. അതേപോലെ തന്നെ ഹുഗ്ലി നദീൻ്റെ അടിയിലൂടെയാണ് ഇത് പോകുന്നതെന്നും കൂടി നോക്കുക. അടുത്താണ് കെയ് പാന്യൂർ ഈസ് ദ 26th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്? 26ാമത്തെ, അതായത് ഏത് സംസ്ഥാനത്തിൻ്റെ 26ാമത്തെ ജില്ലയാണ് കെയ് പാന്യൂർ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശിൻ്റെയാണ് 26ാമത്തെ ജില്ലയാണ് കെയ് പാന്യൂർ എന്ന് ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ മൊത്തം ജില്ലകൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 കൂടി നോക്കാം. അടുത്താണ് ഇന്ദിരാഗാന്ധി പ്യാരി ബഹന സുഖ് സമ്മാൻ നിധി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ആണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് സൈക്കസ് സെർസിനാലിസ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓപ്ഷൻ എ പാം ലേക്ക് ട്രീ, ഓപ്ഷൻ ബി ബ്ലാക്ക് ഹോൾ, ഓപ്ഷൻ സി എക്സോ പ്ലാനറ്റ്, ഓപ്ഷൻ ഡി ആസ്ട്രോയിഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ പാം ലേക്ക് ട്രീ ആണ് നോക്കുക. അടുത്താണ് ഹൂ വോൺ ദ ഫസ്റ്റ് പ്രൈസ് അറ്റ് ദ നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവൽ അവാർഡ് 2024? ഓപ്ഷൻ എ വൈഷ്ണവ് പിച്ചൈ, ഓപ്ഷൻ ബി യതീൻ ഭാസ്കർ ദഗൽ, ഓപ്ഷൻ സി കനിഷ്ക ശർമ്മ, ഓപ്ഷൻ ഡി ആസ്ഥ ശർമ്മ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി യതീൻ ഭാസ്കർ ദഗൽ ആണെന്ന് നോക്കാം. അടുത്താണ് അടൽ ഇന്നോവേഷൻ മിഷൻ റീസെൻ്റ്ലി കൊളാബറേറ്റഡ് വിത്ത് വിച്ച് കമ്പനി ടു എസ്റ്റാബ്ലിഷ് ഫ്രോണ്ടിയർ ടെക്നോളജി ലാബ്സ് ഇൻ സ്കൂൾ? സ്കൂളുകളിൽ ഫ്രോണ്ടിയർ ടെക്നോളജി ലാബ്സ് സ്ഥാപിക്കുന്നത് ഏത് കമ്പനിയുമായി ചേർന്നിട്ടാണ് അടൽ മിഷൻ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ മെറ്റ, ഓപ്ഷൻ ബി ഗൂഗിൾ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ ഡി ആമസോൺ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ മെറ്റയാണ് നോക്കുക. ഈ മെറ്റേൻ്റെ പഴയ പേരാണ് ഫേസ്ബുക്ക്. ഓക്കെ, അതിൻ്റെ പുതിയ പേരാണ് മെറ്റ. അത് അടുത്താണ് ചൈന അതിർത്തിയിൽ രക്ഷാപ്രവർത്തകരെ വിന്യസിക്കാൻ ITBPയുമായിട്ട് NDRF സഹകരിക്കുന്നു. അതായത് നമ്മുടെ പാകിസ്ഥാൻ്റെ അതിർത്തി ഉണ്ടല്ലോ, അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള റാഡ് ക്ലിഫ് ലൈൻ, അതല്ലാണ്ട് ഈ ചൈനയായിട്ടുള്ളൊരു അതിർത്തി ഉണ്ട്, മക്മാൻ ലൈൻ എന്ന് പറയും. ഈ അതിർത്തിയിൽ ഈ NDRF, ഈ ITBP കൂടാതെ NDRFനെയും കൂടി വിന്യസിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൊതുവെ ഈ ITBP എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ കാവൽക്കാരാണ് ഈ ITBP. സോ അവരെ കൂടാതെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് NDRFനെയും കൂടി ഇവിടെ പോസ്റ്റ് ചെയ്തെന്ന് നോക്കാം. അടുത്താണ് റീസെൻ്റ്ലി മിനിസ്ട്രി ഓഫ് ജൽശക്തി സൈൻഡ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാംസ്? ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാംസ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിനിസ്ട്രി ഓഫ് ജൽശക്തി ആരുമായിട്ടാണ് ഒരു അഗ്രിമെൻറ്റിൽ എത്തിയെന്നാണ് ചോദ്യം. അതായത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാംസ്, ഡാമുകളുടെ മികച്ച എക്സലൻസ് നിലവാരത്തിന് വേണ്ടിയിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ജൽശക്തി അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതെന്നാണ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ എ IIT കാൺപൂർ, ഓപ്ഷൻ ബി IIM അഹമ്മദാബാദ്, ഓപ്ഷൻ സി IISc ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി IIT ബോംബെ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ IISc ബാംഗ്ലൂർ ആണെന്ന് നോക്കാം. അടുത്താണ് നിങ്ങൾ നലമ എന്ന് പറഞ്ഞിട്ട്, അതായത് സുഖമാണോ, ആർ യു ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? നിങ്ങൾ നലമ ആർ യു ഫൈൻ എന്ന് പറഞ്ഞ സ്കീം ആരംഭിച്ചത് തമിഴ്നാടാണെന്ന് നോക്കുക.
ഈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ MK സ്റ്റാലിനാണ് നോക്കുക. ഇപ്പോഴത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ RN രവിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. ഇനി ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,30,000-ഓളം കിലോമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന്. എന്നാൽ കേരളത്തിൻ്റെ മൊത്തം ഏരിയ എത്രയും ചോദിച്ചാൽ വിസ്തീർണം എത്രയും ചോദിച്ചാൽ 38,863 കിലോമീറ്റർ സ്ക്വയർ ആണെന്ന് നോക്കുക. സോ ഇതിൻ്റെ ഇരട്ടിയോളം ഉണ്ട് ഈ 1,30,000. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ഒരു ലക്ഷം കൂടി കൂട്ടി ഏതാണ്ട് ആയി. സോ 1,30,000 കിലോമീറ്റർ ആണ് ഏത് തമിഴ്നാടിൻ്റെ ഏരിയ എന്ന് നോക്കുക. ഇനി എന്നാ ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 1 നവംബർ 1956 ഇന്ത്യ കേരളത്തിൻ്റെ ഒപ്പം തന്നെയാണെന്ന് ആലോചിക്കാം. അവിടെ ഒരു ഹൈക്കോടതി ഉണ്ട്, അതാണ് ഏത് മദ്രാസ് ഹൈക്കോടതി. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ SV ഗംഗാപൂർ വാലയാണെന്ന് നോക്കാം. സഞ്ജയ് വിജയ് കുമാർ ഗംഗാപൂർ വാലയാണെന്ന് നോക്കാം. ഇനി അവിടുത്തെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 7.3 കോടി ജനങ്ങളാണ് നോക്കുക. ഇനി കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 3.2 പറയുന്നുണ്ട്. സോ ഇനി 3.7 കൂട്ട്, അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചിട്ടാൽ 7.3 കോടിയോളം ഉണ്ട്. അതായത് കേരളത്തിനെക്കാട്ടും ഡബിൾ ഉണ്ടെന്ന് നോക്കുക. സോ 7.3 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് നോക്കുക. ഇനി അവിടുത്തെ ജില്ലകൾ എത്രയാണെന്ന് നോക്കാം. 38 ജില്ലകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 18. അവിടുത്തെ ലോക്സഭാ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 19. സോ നമ്മുടെ കേരളത്തിലുള്ള ജില്ലകളിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 14 ജില്ല കേരളത്തിലുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള തമിഴ്നാട്ടിൽ 38 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ ലോക്സഭാ സീറ്റ് എത്ര ഒന്ന് കൂട്ടുക, അപ്പോൾ 39 ലോക്സഭാ സീറ്റ് ഉണ്ട്. ഇനി രാജ്യസഭാ സീറ്റോ ഈ 38 ഒരു 20 കുറയ്ക്കുക, അപ്പോൾ എത്രയായി 18 രാജ്യസഭാ സീറ്റോ അവിടെ ഉണ്ടെന്ന് നോക്കാം. ഇനി അവിടുത്തെ അസംബ്ലി സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 234. 234 ഫാൻസി നമ്പറാണ്. അവിടുത്തെ അസംബ്ലി സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 234. ഏറ്റവും സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ് ഈ തമിഴ്നാടെന്ന് നോക്കാം. ഇനി പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനം ഉണ്ട് തമിഴ്നാടിന്. ഓക്കെ, ഏരിയ വൈസ് ആണെങ്കിലോ 10ാം സ്ഥാനം ഉണ്ടെന്ന് നോക്കാം. സോ ഇതാണ് തമിഴ്നാടിനെ പറ്റി നമുക്ക് ബേസിക്കായിട്ട് പറയാനില്ല. മെയിനായിട്ട് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ നലമ ആരിഫൈൻ എന്ന് പറഞ്ഞ സ്കീം ആരംഭിച്ച് തമിഴ്നാട്. ഇനി മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ MK സ്റ്റാലിൻ. ഗവർണർ ആരെന്ന് ചോദിച്ചാൽ RN രവി. തലസ്ഥാനം ചെന്നൈ ആണെന്ന് നോക്കാം. ഇനി മൊത്തം ഏരിയ എത്രയെന്ന് ചോദിച്ചാൽ 1,30,000 കിലോമീറ്റർ സ്ക്വയർ ആണെന്ന് നോക്കാം. എന്നാ ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 1956 നവംബർ 1 നോക്കാം. മദ്രാസാണ് ഹൈക്കോടതി. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ SV ഗംഗാപൂർ വാലയാണെന്ന് നോക്കാം. ഇനി ജനസംഖ്യ നോക്കുകയാണെങ്കിലോ 7.3 കോടി ജനങ്ങൾ ഉണ്ട്. എത്ര ജില്ല ഉണ്ടെന്ന് ചോദിച്ചാലോ 38 ജില്ല അല്ലേ, 38 ജില്ല ഉണ്ട്. ഒന്ന് കൂട്ടിയാൽ 39 ലോക്സഭാ സീറ്റ്. ഇനി 38 ഒരു 20 കുറയ്ക്കുക, അപ്പോൾ എത്ര 18 രാജ്യസഭാ സീറ്റ് അവിടെ ഉണ്ടെന്ന് നോക്കാം. അസംബ്ലി സീറ്റോ 234, നല്ല ഫാൻസി നമ്പറാണ് 234, 234. ഇനി ഏറ്റവും സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ്. പോപ്പുലേഷൻ വൈസ് 6ാം സ്ഥാനത്തും ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്തും തമിഴ്നാട് ഉണ്ടെന്ന് നോക്കാം. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊളാബറേറ്റഡ് വിത്ത് ദ വേൾഡ് എക്കണോമിക് ഫോറം ടു എസ്റ്റാബ്ലിഷ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് വേൾഡ് എക്കണോമിക് ഫോറമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എന്തിന് AI സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ? ഏതാണെന്ന് ചോദിച്ചാൽ കർണാടക ഗവൺമെൻറ് ആണ് നോക്കുക. കർണാടക ഗവൺമെൻറ്റും വേൾഡ് എക്കണോമിക് ഫോറവും ചേർന്നിട്ടാണ് എന്ത് AI സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് വിഡോ റീമാരേജ് ഇൻസെൻറ്റീവ് സ്കീം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇന്ത്യസ് ഫസ്റ്റ് വിഡോ മാരേജ് സ്കീം ആരംഭിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ് നോക്കുക. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചമ്പൈ സോറനാണ് നോക്കുക. ഹേമന്ത് സോറനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ചമ്പൈ സോറനാണ് നോക്കുക. അവിടുത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണനാണെന്ന് നോക്കുക. ഈ സ്കീമിൻ്റെ പേരാണ് വിധവ പുനർവിവാഹ് പ്രോത്സാഹൻ യോജന. വിധവ പുനർവിവാഹ് പ്രോത്സാഹൻ യോജന ജാർഖണ്ഡാണ് ആരംഭിച്ചത്. ചമ്പൈ സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഗവർണർ ആരെന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണനാണെന്ന് കൂടി നോക്കുക. അടുത്താണ് NLC ഇന്ത്യയിലെ 7% ഓഹരികൾ വിറ്റഴിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഓക്കെ, അതായത് ഈ NLC എന്ന് പറഞ്ഞാൽ നെയ്വേലി ലിഗ്നൈറ്റ് മൈനിങ് കമ്പനിയാണ്. കൽക്കരി കുഴിച്ചെടുക്കുന്ന കമ്പനിയാണ്. അത് കൽക്കരി അല്ല, ലിഗ്നൈറ്റ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. ഇതൊരു നവരത്ന കമ്പനിയും കൂടിയാണ്. അങ്ങനെ 3 തരത്തിലുള്ള കമ്പനിയുണ്ട്, മഹാരത്ന, നവരത്ന എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിലത്തെ ഒരു കമ്പനിയാണ് ഈ നവരത്ന സ്റ്റാറ്റസ് നേടിയ കമ്പനിയാണ്. അതിന് പല ഘടകമുണ്ട് ഈ നവരത്ന കമ്പനി ആവണമെങ്കിൽ. സോ ആ ഒരു കമ്പനീൻ്റെ 7% ഷെയർസ്
ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് നോക്കുക. അതായത് ഡൈവേസ്റ്റ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുക, വിറ്റഴിക്കുക. അടുത്താണ് ഇന്ത്യ ബൈ ദ ക്രീക്ക് ഫെസ്റ്റിവൽ. ഇന്ത്യ ബൈ ദ ക്രീക്ക് ഫെസ്റ്റിവൽ ആരംഭിച്ച ആരാന്ന് ചോദിച്ചാൽ, ഹോസ്റ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ദുബായ് ആണെന്ന് നോക്കുക. അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ സതീഷ് കുമാർ ശിവനാണും കൂടി നോക്കുക, SK ശിവനാണും കൂടി നോക്കുക. സോ ഇന്ത്യ ബൈ ദ ക്രീക്ക് ദുബായ് ആണ്, SK ശിവൻ ആണ്, അതേ സതീഷ് കുമാർ ശിവനാണ് അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കൂടി നോക്കുക. അടുത്താണ് ഓപ്പറേഷൻ കാമധേനു. Recently seen in the news is launched by which state or UT to curb cattle smuggling? കാറ്റിൽ എന്ന് പറയുന്ന ഈ പശുക്കളും അങ്ങനെയുള്ളതിനൊക്കെ മോഷണം സ്മഗിൾ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ കാമധേനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇത് ഓർത്ത് വെക്കുക. ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ജമ്മു കാശ്മീരാണ് നോക്കുക. ഓക്കെ. അടുത്താണ് RBI റീസെൻ്റ്ലി സൈൻഡ് എൻ MOU വിത്ത് വിച്ച് ബാങ്ക് ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് ലോക്കൽ കറൻസി. ലോക്കൽ കറൻസീൻ്റെ ഉപയോഗം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഏത് ബാങ്കുമായിട്ടാണ് അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതെന്നാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്തതെന്നാണ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ബഹ്റൈൻ, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് അമേരിക്ക, ഓപ്ഷൻ സി ബാങ്ക് ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് നോവ സ്കോട്ടിയ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാങ്ക് ഓഫ് ഇന്തോനേഷ്യ ആണെന്ന് നോക്കാം. അടുത്താണ് വിച്ച് കൺട്രി ബിക്കേം ദ 32nd മെമ്പർ ഓഫ് നാറ്റോ. നാറ്റോൻ്റെ 32ാമത്തെ നാഷൻ അല്ലെങ്കിൽ മെമ്പർ ആരാന്ന് ചോദ്യം. ഓപ്ഷൻ എ ഈജിപ്ത്, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി മലേഷ്യ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സ്വീഡൻ ആണെന്ന് നോക്കാം. അടുത്താണ് സി ഡിഫൻഡർ 2024. ഓക്കെ, സി ഡിഫൻഡർ 2024 ഇതൊരു എക്സസൈസ് ആണ്. ഓക്കെ, അത് ആരൊക്കെ തമ്മിലാണെന്നാണ് ചോദ്യം. ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. ഓക്കെ, പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്, നേവൽ എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ മിലിറ്ററി എക്സസൈസ് ഉണ്ട്. സോ ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഈ സി ഡിഫൻഡർ 2024 അത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ US, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി മാൽഡീവ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ US ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സി ഡിഫൻഡർ 2024 എക്സസൈസ് ഇന്ത്യയും US കൂടി ചേർന്നിട്ടാണ് നടത്തിയെന്ന് നോക്കുക. ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണെന്ന് കൂടി നോക്കുക. ഓക്കെ. അടുത്താണ് സ്കൂൾ സോയിൽ ഹെൽത്ത് പ്രോഗ്രാം റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് എ ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി. ഏതൊക്കെ മിനിസ്ട്രികളുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ സ്കൂൾ സോയിൽ? ഓക്കെ, സ്കൂൾ സോയിൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞുള്ള ഒരു സ്കീം എന്ന് നോക്കാം. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് പവർ ആൻഡ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത്. അതായത് പവർ എന്ന് പറയുന്ന മിനിസ്ട്രിയും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിൻ്റെ മിനിസ്ട്രി ആണോ, അതോ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും അതുപോലെ ജലശക്തിൻ്റെ ആണോ? ഓപ്ഷൻ സി ട്രൈബൽ അഫയേഴ്സ് ആൻഡ് മൈൻസിൻ്റെ ആണോ? ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ മിനിസ്ട്രി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ മിനിസ്ട്രി ആണോ എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. അതായത് സ്കൂൾ സോയിൽ ഹെൽത്ത് പ്രോഗ്രാം നടപ്പാക്കുന്നത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ മിനിസ്ട്രി ആണെന്ന് കൂടി നോക്കാം. ഈ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം സ്കൂൾ എന്ന് പറയുന്നത് ഇത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ സോയിലോ ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ എഡ്യൂക്കേഷൻ പ്ലസ് അഗ്രികൾച്ചർ ആണെന്ന് കൂടി നോക്കാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, മാർച്ച് 8-ത്തെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കണ്ടൻറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്താണെങ്കിൽ അത് പറയുക. ഇതേപോലെ പഠിക്കുന്നവരിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കും ഇത് എത്തിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ കൂടുതൽ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക്